അവൻ ഓൾറെഡി കാശ്മീരിൽ നിന്നാ വരുന്നത്. ഭയങ്കര തണുപ്പാന്ന് തോന്നുന്നു. ഭയങ്കര കോച്ചി പിടിക്കുന്ന തണുപ്പാണ്. അതെ, ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ടോ നീ കാശ്മീരി കൊണ്ടുപോകുമ്പോണോ വേണ്ടാടാ? കൊണ്ടുപോകും. കാണേണ്ട സ്ഥലമാണ്. അതെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് കാണണമെന്ന് കാശ്മീർ. ഞാനും മോഹൻലാലും കൂടെ ആനയെ വാങ്ങിക്കാൻ പോയൊരു കഥയുണ്ട്. ഒരുപാട് നാള് മുമ്പാണ് കേട്ടോ, ഇപ്പോഴെങ്ങും അല്ല. ട്രിവാൻഡ്രത്തായിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം. അങ്ങനെ ഞങ്ങള് ശബരിമലയുടെ സൈഡിലൊരു ഇതുണ്ട്, ചെറിയ ആനയുണ്ട്. ആ ആന അങ്ങനെ ഒരുപാട് ആനയുണ്ട്. എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരെണ്ണത്തിനെ ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് ലാല് പറയും ഇത് വേണ്ട, ഇതിന് തുമ്പിക്കൈ കുറച്ച് നീള കുറവാണ്. അപ്പൊ നോക്കുമ്പം ഞാൻ പറഞ്ഞു എനിക്ക് വാലുള്ളത് ഞാൻ എടുക്കാം, കാരണം മറ്റേ ഇതുണ്ടല്ലോ എന്താണ് മോതിരം ഉണ്ടാക്കാമല്ലോ. അപ്പൊ ലാല് പറയും എനിക്ക് അത് വേണ്ട, എനിക്ക് നല്ല കൊമ്പുള്ളത് മതി. അവസാനം വമ്പിച്ച അടിയായി. അടിയെന്ന് പറഞ്ഞാൽ മുട്ടൻ അടി. അവസാനം ലാസ്റ്റിൽ ഒരെണ്ണത്തിൽ വന്ന് നിന്ന് സെലക്ട് ചെയ്തു. തുമ്പിക്കൈയൊക്കെ നോക്കി പിടിച്ചു നോക്കി ഓക്കെയാണ്. പിന്നെ പാല് നോക്കിയപ്പോ കൊല പോലെ കിടക്കുക ഈ മുടി. അപ്പൊ ഇഷ്ടം പോലെ മോതിരം ഉണ്ടാക്കാം. പിന്നെ കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കൊമ്പ്. അതില് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതൊക്കെ കെട്ടി ഊഞ്ഞാലാടാന്നൊക്കെ ചെറുപ്പമല്ലേ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് വാങ്ങിച്ചു. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ഇതിന് ആഹാരം കൊടുക്കാനേ എന്തുമാത്രം കൊടുക്കണം. 3-4 ചാക്ക് അരി വേണം ഒരു ദിവസം, പനമ്പട്ട വേണം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം. മറിച്ച് നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ കൊടുക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ അതിന്റെ ചെലവിന് കൊടുക്കണം. അതിന് അസുഖം വന്നാൽ പോലും കൊടുക്കണം. സാധനം വാങ്ങിക്കുകയും ചെയ്ത് പിന്നെ ഇത് ആര് കയറും എന്നുള്ളതായി. ഇപ്പൊ ഞാൻ കയറി കഴിഞ്ഞാല് ലാല് പാപ്പാനാവണം, ലാല് കയറി കഴിഞ്ഞാൽ ഞാൻ പാപ്പാനാവണം. അങ്ങനെ മൊത്തം പ്രശ്നമായി. ഒന്നും പറയണ്ട. അവസാനം എന്റെ അമ്മയെ ദൈവത്തെ വിളിച്ചു പോയി. സത്യം. നിങ്ങക്ക് വിശ്വാസമല്ലേ? ഇല്ല. വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. ഞാനൊരു ഫോട്ടോ കാണിച്ചു. ഞങ്ങൾ രണ്ടുപേര് പിടിച്ചോണ്ട് പോണ്ട്, ഒരു പാപ്പാനും പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? എന്റെ ദൈവമേ, കൊമ്പ് കണ്ടോ? കൊമ്പ് ആ കഥ പറഞ്ഞ സ്റ്റൈല് കണ്ടപ്പോ നമ്മൾ കണ്ടോ? ഞങ്ങള് നിക്കുന്നുണ്ടോ? കണ്ടില്ലേ? ഒരു പേടിയും കൂടാതെ ഞാൻ എന്തോരം വിഷ്വലൈസ് ചെയ്തു ഞാനും ചേട്ടാ ഇങ്ങനെ തോർത്തിട്ട് ബാക്കിൽ കൈ കൊണ്ട് ചേട്ടനെ കെട്ടിയിട്ട് കുരിച്ചു നിർത്തി നല്ല 4 ഇടി കൊടുക്കാൻ എനിക്ക് അങ്ങനെ തോന്നിന്ന്. തോന്നുന്നു. മക്കൾ ഏത് പാട്ടാ പാടുന്നേ? മഞ്ഞേവാ ഇത് എഴുതിയത് യൂസഫ് അലി കേച്ചേരി സാർ. എന്നിട്ട് ഇതിന്റെ എന്നിട്ടൊന്നുമില്ല. പിന്നെ ഇത് ഇതിന്റെ മ്യൂസിക് ശ്യാം സാർ. എന്നിട്ടില്ല, ഇത് പാടിയത് ദാസേട്ടൻ. SP ബാലസുബ്രഹ്മണ്യൻ സാറ്. എന്നിട്ട് സിനിമ തുഷാരം. എന്നിട്ട് 1981. പാട്ടിനർത്ഥം അതു മഞ്ഞേവാ, ഇത് മധുവിധുവിന്റെ സമയമാണ്, മനസ്സു നിറയെ മധുര സ്വപ്നങ്ങളുമായി വരൂ എന്ന്. ഗൗസബ് അഭിഗൗന. നെഞ്ചിൽ
സൂപ്പർ സൂപ്പർ വെരി നൈസ്. ഡാൻസേഴ്സ് ആൻഡ് കൊറിയോഗ്രാഫി വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളെ ഡ്രസ് ഡാൻസേഴ്സിന്റെ സൂപ്പർ. അതെ. ആൻഡ് നമ്മുടെ പ്രോപ്പർട്ടി അജീഷ് കുട്ടച്ച, അജീഷ്, അതെ. നമ്മുടെ കുട്ടച്ചൻ. പിന്നെ നമ്മുടെ വാ തുറന്ന് പാടണം 1. രണ്ടാമത് ശ്രുതി കേട്ട് ശ്രദ്ധിച്ച് പാടണം. 3 സംഗതികളൊക്കെ ക്ലാരിറ്റിയോട് കൂടി പഠിക്കണം. 4 പാടുമ്പം ആ പാട്ടിനെ കുറിച്ച് അഗാധമായി ചിന്തിച്ചുകൊണ്ട് പാടിക്കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. ഇത് ഇറ്റ് ഷുഡ് കം ഫ്രം ഇൻസൈഡ്. യെസ്. എന്തായാലും രമാദേവി മുത്തന്റെ അമ്മൂമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. സോ വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. ആദ്യ ഒരു തുഷാരം കുക്കുറ്റി.